ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ദേ രാവിലെയുള്ള ഒരു കാഴ്ച കണ്ട നമ്മുടെ ചാമ്പയുടെ ഒരു കമ്പുണ്ടല്ലോ, അത് ചാഞ്ഞ് നമ്മുടെ ഗേറ്റിലേക്ക് കിടക്കുകയാണ്. വലിയൊരു കമ്പായിരുന്നു. ഓരോ കമ്പ് ഇതുപോലെ ചാമ്പയ്ക്ക ഇങ്ങനെ ഒരുപാട് കിടക്കുന്നത് കൊണ്ടേ അതിൻ്റെ ഭാരം കൊണ്ട് കമ്പെല്ലാം ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് പോവുകയാണേ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഗേറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തുറക്കാനോ ഒന്നും പറ്റുന്നില്ല. അപ്പോൾ രാവിലെ ഇതിപ്പോൾ ഒരു 6:30 മണിയൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മൾ പത്രം എടുക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോഴത്തേക്കാണ് നമ്മളിത് കാണുന്നത് തന്നെ. അപ്പോൾ പത്രം എടുത്തതിന് ശേഷം പിന്നെ ഞാനും ചേട്ടായിയും കൂടെ ആ ചാമ്പയ്ക്കയെല്ലാം ആദ്യം ഒന്ന് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ച്. കാര്യം ഈ ചാമ്പയ്ക്കയ്ക്ക് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ഇതിലേ വരുന്നുണ്ടേ. അപ്പോൾ നമ്മളത് പറിച്ച് വയ്ക്കണമെന്നുണ്ടെങ്കിൽ ആവശ്യമുള്ളവർ കൊണ്ടുപോയിക്കോളുമല്ലോ. അങ്ങനെ ഞങ്ങൾ ആദ്യം ചാമ്പയ്ക്ക പറിച്ച് ഒരു പാത്രത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ചെറിയ കമ്പുകളൊക്കെ പറ്റാവുന്നത്രയും വെട്ടി, താഴെയുള്ള ചെറിയ കമ്പുകളൊക്കെ വെട്ടാം. പിന്നെ മുകളിലുള്ള വലിയ കമ്പ് ചേട്ടായിക്ക് വെട്ടാൻ പറ്റത്തില്ല, മോൻ എണീറ്റിട്ടില്ല. അപ്പോൾ മോൻ എണീറ്റ് വന്നിട്ട് മുകളിൽ കയറിയിട്ട് ആ മതിലേ കയറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ വലിയ കമ്പ് ഇങ്ങോട്ടൊന്ന് വെട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ചാമ്പയ്ക്ക എല്ലാം താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നേ. അത് താഴെ വീണൊന്നും നമ്മൾ എടുത്തില്ല. ചാഞ്ഞ കമ്പിൽ കിടന്ന ചാമ്പയ്ക്കയെല്ലാം നമ്മൾ പറിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ച്. 2 പാത്രം തന്നെ നല്ല ഫുള്ളായി. അപ്പോഴത്തേക്കും റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്രക്കാർ പോകുന്നുണ്ടല്ലോ. അപ്പോൾ അവർ ഓട്ടോയിൽ പോകുന്നവർ ഓട്ടോ നിർത്തിയിട്ട് കവറുമായിട്ട് വന്ന് അവർ കുറച്ച് കവറിലാക്കി കൊണ്ടുപോയി. പിന്നെ സൈക്കിളിലും ബൈക്കിലൊക്കെ വന്നവർ അങ്ങനെ അവരും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കി വന്ന 2 പാത്രം ഫുള്ളായിട്ട് ഞാനിങ്ങനെ പറിച്ചെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ അവരെന്തായാലും ചാമ്പയ്ക്ക ചോദിക്കും. അങ്ങനെ അതെല്ലാം ഒന്ന് പറിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എത്താവുന്ന പാട്ടിൽ നിന്നൊക്കെ നമ്മൾ പറിച്ചെടുത്ത്, പിന്നെ ഇനി മുകളിൽ കമ്പ് വെട്ടാൻ കയറുമ്പോഴേ ബാക്കിയുള്ളതൊക്കെ പറിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല പഴുത്തതാണ്, നല്ല പഴുത്താണ്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ മഴ പെയ്തതുകൊണ്ടേ വെള്ളം കയറി കാണും. വെള്ളം കയറുമ്പോൾ മധുരം കുറയുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാനങ്ങനെയൊന്നും കഴിക്കാറില്ല. എനിക്ക് അത്ര ഇഷ്ടമുള്ളതൊന്നുമല്ല കേട്ടോ. എനിക്ക് ചെറിയൊരു ചാമ്പക്കയില്ലേ, വെള്ള ചാമ്പയ്ക്ക, എനിക്ക് അതാണ് കൂടുതലിഷ്ടം. ആപ്പിൾ ചാമ്പയ്ക്ക ഇഷ്ടമുള്ള ഒരുപാട് ആൾക്ക് ഇഷ്ടമുള്ളവരുണ്ടേ. അപ്പോൾ ദേ പുറത്ത് കണ്ട വണ്ടിയെ വന്നവർ, സ്കൂട്ടിയെ വന്നവരൊക്കെ നിന്നിട്ട് അവർ എത്താവുന്ന പാട്ടിൽ നിന്നൊക്കെ അവരുമൊക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ താഴെ നിന്ന് ചെറിയ ചെറിയ കമ്പുകളൊക്കെ ചേട്ടായി വെട്ടിയെടുത്ത്. നടുവിന് വയ്യാത്തതുകൊണ്ട് മുകളിലൊന്നും കയറി വെട്ടാനൊന്നും വയ്യ. അപ്പോൾ അപ്പോഴാണ് നമ്മുടെ വടക്കേ വീട്ടിലെ ചേട്ടൻ്റെ മോൻ ഇത് കണ്ടത്. ഇങ്ങനെ കമ്പിങ്ങനെ ഒടിഞ്ഞു വീണ കണ്ടത്. പിന്നെ വന്നിട്ട് ഇത് മുകളിൽ കയറി മതിലിൽ കയറി നിന്നിട്ട് എല്ലാം വെട്ടി മാറ്റി തന്നെ. അങ്ങനെ അതെല്ലാം വെട്ടി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതെല്ലാം ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണ്, കമ്പെല്ലാം വലിച്ചു മാറ്റിയിട്ട് നമുക്ക് ഇതൊന്ന് അടിച്ച് വൃത്തിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞങ്ങൾ ഈ കമ്പുകളെല്ലാം ഒന്ന് വലിച്ച് നമ്മുടെ വീടിൻ്റെ പുറകുവശത്ത് കൊണ്ടുപോയിട്ട്, ബാക്കിയുള്ള വലിയ കമ്പ് പുറത്ത് കിടപ്പുണ്ട്, മതിലിന് പുറത്ത് കിടപ്പുണ്ട്. അത് നമുക്ക് വലിക്കാൻ പറ്റത്തില്ല, വലിയ കമ്പ. പിന്നെ ഇനിയുള്ളതും ഒക്കെ ചെറുതായിട്ട് കനം കൊണ്ട് ചാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ഇന്നലെ നല്ല കാറ്റായിരുന്നേ. കണ്ട കാറ്റത്ത് അപ്പുറത്തെ വീട്ടിലെ വാഴയെല്ലാം ഒടിഞ്ഞിട്ട് അവരുടെ വിളയാറായ കൊല്ലിയാണ് കേട്ടോ, അതുമൊക്കെ അങ്ങനെ കിടക്കുകയാണ്. അപ്പം നല്ല കാറ്റ് കൊണ്ടാണ് ഇത്രയും ഈ കമ്പിങ്ങനെ ഒടിയാൻ കാരണം. അപ്പോൾ അതിന് മുകളിലുള്ള കമ്പ് ഇപ്പോഴും ചാഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത് തന്നെ മിക്കവാറും അതും വെട്ടേണ്ടി വരും. അങ്ങനെ ഒരു 7-7:30 വരെ ഈ പുറത്തെ പണികളൊക്കെ തന്നെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിൽ കയറിയിട്ട് കാപ്പിയൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇഡ്ഡലിക്ക് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഡ്ഡലിയും സാമ്പാറും ഒക്കെ കഴിച്ചിട്ട് പിന്നെ ഞാൻ എടുത്ത വീഡിയോ ആയിട്ടാണ് ഇത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ചിങ്ങയും മെഴുക്ക് പുരട്ടി, പിന്നെ ഒരു മോരും കാച്ചിയെടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മീൻ എന്തെങ്കിലും വരികയാണെങ്കിൽ വാങ്ങിക്കും. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടെ വേണമെങ്കിൽ ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ദേ മക്കളെ 2 പേരും കൂടെ പുറത്തേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ രാവിലെ കുറച്ച് ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇനിയിപ്പം എന്തെങ്കിലും വെച്ചാൽ മതി കറി. അപ്പോൾ അത് ഞാൻ വെച്ചോളും. അങ്ങനെ അവർ ദേ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇവർ പോകുമ്പോൾ ഞാൻ പുറത്ത് സിറ്റ് ഔട്ടിൽ ഇരിപ്പുണ്ടേ. കൂട്ടുകാരി, നമ്മുടെ ഈ വിശേഷങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കൊരു ലൈക്ക് അടിച്ചേക്കണേ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും, നിങ്ങളുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കതും ഒരു ഹെൽപ്പാവും. ഇപ്പം പിന്നെ പുറത്ത് നമുക്ക് നനക്കലൊന്നും ഇല്ല കേട്ടോ. കാര്യം വെച്ചെന്നാൽ ചെടികളൊക്കെ ആണെങ്കിൽ ഇപ്പം ഇടയ്ക്കിടയ്ക്ക് മഴ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് കാരണം പിന്നെ ചെടി നനയൊന്നും ഇല്ല. പിന്നെ ഇനിയിപ്പം നമുക്ക് അകത്ത് തന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. പിന്നെ തുണി കഴുകി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് വിരിച്ചിടണം. പിന്നെ എണ്ണ കാച്ചാനുണ്ട്. എണ്ണ കാച്ചി വെച്ചത് തീർന്നിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് എണ്ണ കാച്ചണം. അതിന് ഞാൻ അലോവേര 2 തണ്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് എണ്ണ കാച്ചണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എണ്ണ കാച്ചി വെച്ചിരുന്നത് ചേട്ടായി പോയപ്പോൾ കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ നമുക്കിവിടെ എണ്ണ തേക്കാനായിട്ട് നോക്കിയപ്പോൾ കുറച്ചേ ഉള്ളൂ. അപ്പോൾ കുറച്ച് എണ്ണ കാച്ചിയൊക്കെ എടുക്കണം. അപ്പോൾ അതൊക്കെ ഇനി ചെയ്യണം.
അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് വന്നു. അപ്പോൾ നമുക്ക് ഇതിനിടയ്ക്ക് കക്കയിറച്ചി കിട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇനിയിപ്പോൾ അതൊന്ന് ക്ലീനാക്കിയൊക്കെ എടുക്കണം. അങ്ങനെ വീണ്ടും ഞാൻ നമ്മുടെ സാമ്രാജ്യത്തിലേക്ക് വന്ന് അപ്പോൾ കക്കയിറച്ചി ക്ലീനാക്കി എടുത്തിട്ട് ഞാൻ ചട്ടിയിലാക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം കുരുമുളകും ഉപ്പുപൊടിയും അല്പം വെള്ളമൊക്കെ ഒഴിച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് തേങ്ങയൊക്കെ ഒതുക്കി എടുത്തിട്ട് തേങ്ങ, കുരുമുളക്, പെരുംജീരകം, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കറിവേപ്പില എല്ലാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചതച്ചെടുത്ത് കക്കയിറച്ചിയിൽ ചേർത്തിട്ട് നമ്മളൊന്ന് തോരനാക്കിയെടുത്ത്. എപ്പോഴും ഫ്രൈ ആക്കി എടുത്തൊന്നും പറ്റത്തില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനൊന്നും അതത്ര നല്ലതല്ല. അപ്പം അങ്ങനെ തോരനൊക്കെ ആക്കി നമ്മൾ ഉച്ചയ്ക്കുള്ള ഊണെല്ലാം കഴിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 ദിവസം മുന്നേ ഉണക്കി വെച്ചിരുന്ന മുളകാണ് കേട്ടോ. കഴുകി ഉണക്കിയിട്ട് നല്ല വെയിലില്ലാഞ്ഞതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം ഞാനത് ഇന്ന് നല്ല വെയിൽ തോന്നി. അപ്പോൾ ഇന്നും കൂടെ ഒന്ന് നല്ല വെയിൽ കൊള്ളിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പൊടിപ്പിച്ചെടുക്കാൻ പറ്റും. നമുക്ക് കാശ്മീരി മുളക് പൊടി തീർന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാനതൊന്ന് ഉണക്കാനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. മുളക് ഇളക്കി ഇടാനായിട്ട് വന്നപ്പോൾ തന്നെ എനിക്ക് ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി. ചില്ലാന്ന് ശബ്ദം കേട്ടപ്പോഴേ എനിക്ക് തോന്നി നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനതെല്ലാം ഒന്ന് വാരി ഒരു ബക്കറ്റിലാക്കി സിറ്റൗട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പൊടിപ്പിക്കാനായിട്ട് പോവുകയാണേ. നമ്മുടെ തൊട്ട് വടക്കേത് മില്ലാണ്. അപ്പോൾ ചേട്ടായി എന്നോട് പറഞ്ഞ് അല്ല ഞാൻ കൊണ്ടുപോയിക്കോളാം. അപ്പോൾ ചേട്ടായിക്ക് അവിടെ സംസാരിച്ചിരിക്കാനായിട്ട് 2-3 കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഒരു ബജിക്കടയുണ്ട്. അപ്പോൾ അവിടെയുള്ള ഒരു ചേട്ടനുണ്ട്, പിന്നെ മില്ലിലെ ചേട്ടനുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ ഇരിക്കും. അപ്പം ഞാൻ പറഞ്ഞു അന്ന് ഞാൻ വരുന്നില്ല, അന്ന് ചേട്ടായി പോയി പൊടിപ്പിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ചേട്ടായി പൊടിപ്പിക്കാൻ പോയി. അങ്ങനെ പൊടിപ്പിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ചൂടൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറി വെക്കണം. ഞാൻ ആ ഗേറ്റ് അടച്ചേച്ച് ഇങ്ങോട്ട് പോരുമ്പോഴേ തെക്കേ വീട്ടിലെ പൂച്ച ഇങ്ങോട്ട് കയറാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് രക്ഷയില്ല കേട്ടോ. അവിടെ ഗ്രില്ല് അടിച്ചിരിക്കുകയാണേ. അങ്ങനെ അത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് രാത്രിയിലത്തേക്ക് കഴിക്കാൻ കപ്പയും മീൻകറി ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടൻ കിട്ടിയതാണ്, അടുപ്പത്ത് കൂട്ടി വെച്ചതാണ്. അപ്പോൾ കാശ്മീരി മുളക് പൊടി കൊണ്ടുവന്നിട്ട് നമുക്ക് അല്പം മുളക് പൊടി കളറുള്ളതും കൂടെ ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ ചേട്ടായി വരാൻ വേണ്ടിയിട്ട് അങ്ങനെ കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോൾ ചേട്ടായി മുളക് പൊടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കപ്പയൊക്കെ വെന്ത് അതൊക്കെ ഞാൻ ഊറ്റിയൊന്ന് സ്ട്രെയിനറിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ചൂടൻ കറിയും മുളക് കറിയാണ് വെച്ചത്. അങ്ങനെ അതിന്ന് രാത്രിയിലത്തേക്ക് കഴിക്കാൻ അതൊക്കെ ആക്കാമെന്ന് വിചാരിച്ച് അതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച്. പിന്നെ നമുക്ക് പുറത്ത് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കിപ്പോൾ കൈ കൊണ്ടൊന്നും തൂക്കാനൊന്നും വലിയ പാടാണ്. ചെന്നാൽ കൈക്ക് ഇങ്ങനെ കൈയുടെ അസ്ഥിക്കൊക്കെ നല്ല വേദനയാണിപ്പോൾ. അതിനുള്ള മരുന്നൊക്കെയാണ് ഇപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്നത്. മസാജിങ്ങും ഉണ്ട്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അനിക്കുട്ടി പറഞ്ഞ് ഞാൻ അടിച്ചു വരാമെന്നും പറഞ്ഞിട്ട് അനിക്കുട്ടി ഇവിടെ അടിച്ചു വരാൻ വേണ്ടി പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഇനി ഗേറ്റിൻ്റെ വെളിയിലും കുറച്ച് തൂക്കാനുണ്ട്. അപ്പം ഉഷക്കുട്ടി അവിടെ കിടക്കുന്നത് കാരണം അനുവിനെ അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടി. പിന്നെ ഞാനും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെന്ന് അവളുടെ ഏരിയയാണ്. ആ ഗേറ്റിന് വെളിയിൽ നല്ല തണുപ്പാണ്. അപ്പോൾ അവൾ അവിടെ എപ്പോഴും കിടക്കും. നാട്ടുകാരിട്ട പേരാണ് ഉഷയെന്ന്. അപ്പോൾ ഉഷയെന്ന് വിളിക്കുമ്പോൾ നല്ല വാലാട്ടി നിൽക്കും, നല്ല സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കൊടുക്കണതുകൊണ്ടാണ് അവിടെയാണ് അവളുടെ സ്ഥാനം. വേറെ ഏത് പട്ടി അവിടെ കിടക്കാൻ വന്നാലും അവൾ കിടക്കാൻ സമ്മതിക്കില്ല. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നമ്മൾ പൈപ്പ് എടുക്കുകയാണെങ്കിൽ അവൾ ഓടിക്കളയും, നനയ്ക്ക് വെള്ളം പേടിയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.